ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷാൻസ് ഫാമിലി കഫേ. വളരെ എളുപ്പമായിട്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു കപ്പ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. വാനില കോക്കനട്ട് കപ്പ് കേക്ക്. ബേക്കിംഗ് പഠിച്ചു തുടങ്ങിയവർക്കൊക്കെ പരീക്ഷിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ എങ്ങനെയാണിത് ഉണ്ടാക്കുന്നത്, എന്തൊക്കെ ചേരുവകൾ ഇതിന് വേണമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഒരു ബൗളിലേക്ക് 1/2 കപ്പ് ബട്ടർ ഇട്ട് കൊടുക്കാം. 125 ഗ്രാം ബട്ടറാണിത്. 1/4 കപ്പ് പഞ്ചസാര, ഇത് രണ്ടും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇതിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കാം. ഓരോ മുട്ടയായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് അടിച്ചെടുക്കാം. രണ്ടാമത്തെ മുട്ട ചേർത്ത് അടിച്ചു കൊടുക്കാം. മുട്ട ചേർത്ത് നമ്മൾ നന്നായി അടിച്ചെടുത്തു. നല്ലതായിട്ട് ഇതുപോലെ ഒരു ക്രീം കളറിൽ വരണം. ഇതിന് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. വേറെ ഒരു ബൗളിലേക്ക് 1/2 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദ പൊടി ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം. വളരെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒരു വിസ്ക് ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മുട്ട, പഞ്ചസാര, ബട്ടർ എല്ലാം ചേർത്ത് അടിച്ച കൂട്ടിലേക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് ചേർത്തതിന് ശേഷം ഇതെല്ലാം കൂടെ ഒന്നും കൂടെ നമുക്ക് ബീറ്ററും കൊണ്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ കൂട്ടിലേക്ക് നമ്മുടെ പൊടി കുറേശ്ശെയായി ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. വീണ്ടും കുറേശ്ശെ ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/4 കപ്പ് പാലൊഴിച്ച് കൊടുത്ത് ഒരു തടിയുടെയോ അല്ലെങ്കിൽ നല്ലൊരു കട്ടിയുള്ള തവിയും കൊണ്ടോ ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വീണ്ടും 1/4 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. വീണ്ടും നന്നായി ഇളക്കിയെടുക്കുക. നന്നായിട്ട് മിക്സായി വരണം. അപ്പോൾ നമ്മൾ 1/2 കപ്പ് പാല് മൊത്തത്തിലൊഴിച്ചു. അത് ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുത്തു. ഇതിലേക്ക് നമ്മളിനി 1/3 കപ്പ് കോക്കനട്ട്, ഡെസിക്കേറ്റഡ് കോക്കനട്ട്, ഉണങ്ങിയ തേങ്ങാപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യുക. തേങ്ങാപ്പൊടി ചേർത്തതിന് ശേഷം നന്നായി ഇളക്കിയെടുക്കുക. ഇവിടെ ഇനി നമ്മൾ നോക്കും ഇതിൻ്റെ ആ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കുറച്ചുകൂടെ ലൂസ് ആക്കണമെങ്കിൽ അല്പം കൂടി പാൽ നമ്മൾ ഒഴിച്ചു കൊടുക്കും. ഈ ബാറ്റർ കുറച്ചുകൂടെ ഒന്ന് ലൂസാകാനുണ്ട്. അപ്പോൾ നമുക്കൊരു 2 ടേബിൾ സ്പൂൺ കൂടെ പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം നമ്മൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കണ്ടോ? ഇങ്ങനെ വേണം ഈ ബാറ്റർ ഇരിക്കാൻ. ഇത്രയും തിക്കാവണം. ഇതിൽ കൂടുതൽ ലൂസാകണ്ട കേട്ടോ. നമ്മളൊരു ബേക്കിംഗ് ട്രേ റെഡിയാക്കിയിട്ടുണ്ട്. ലൈനിങ് കപ്പ് കേക്ക് ലൈനേഴ്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രേ ചെയ്തിട്ടുണ്ട്. ഈ സമയം കൊണ്ട് അവൻ 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റിൽ പ്രീഹീറ്റ് ചെയ്യാനിടണം. ബേക്കിംഗ് ട്രേയിലെ ഓരോ കപ്പ് കേക്ക് ലൈനറിലേക്കും നമുക്കിതിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇത് അതിൻ്റെ ആ കപ്പ് കേക്കിൻ്റെ ലൈനറിൻ്റെ ഒരു പകുതി വരെ ഉള്ളൂ ഇതിൻ്റെ ബാറ്റർ ഒഴിക്കാവുള്ളൂ. കാരണം ഇത് ബേക്ക് ആകുമ്പം പൊങ്ങി വരും. അപ്പോൾ നമ്മൾ ഈ കപ്പ് കേക്കിൻ്റെ ബാറ്റർ എല്ലാം കപ്പ് കേക്കിൻ്റെ ലൈനേഴ്സിനകത്ത് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ അവനിലേക്ക് വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. ഇത് 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് ചൂടായി കിടക്കുന്ന അവനിലേക്ക് വെച്ച് 20 മുതൽ 25 മിനിറ്റ് വരെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇത് ഏകദേശം ഞാൻ 25 മിനിറ്റ് വെച്ചു. 25 മിനിറ്റിന് ശേഷം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതൊരു സ്ക്യൂറും കൊണ്ടൊന്ന് കുത്തി നോക്കാം.
കണ്ടോ, ഇതിനകത്ത് ഒന്നും പറ്റിപ്പിടിച്ചിട്ടില്ല. അപ്പം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്, ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഈ ട്രെയിലിരുന്നൊന്ന് തണുക്കട്ടെ. തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ട്രെയിൽ നിന്ന് പുറത്തെടുക്കാം. കപ്പ് കേക്ക്സ് എല്ലാം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, നന്നായിട്ട് അതിൻ്റെ ആ ഷേപ്പിൽ നന്നായിട്ട് പൊങ്ങി വന്നിരിക്കുന്നത് കണ്ടോ. നമ്മളിതിൽ നിന്ന് എടുക്കുമ്പോഴത്തേക്കും ആ കപ്പ് കേക്ക് ലൈനേഴ്സിൻ്റെ ആ ഷേപ്പൊക്കെ വന്നിരിക്കുന്നത് കണ്ടോ. നല്ല രസമില്ല കാണാൻ. ഇത് നല്ല സോഫ്റ്റാണ്. അകം മുറിച്ച് നോക്കുമ്പോൾ അറിയാം നന്നായിട്ട് ബേക്ക് ആയിട്ടുണ്ട്. നല്ല അടിപൊളി സംഭവമായിട്ട് വന്നിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമ്മളൊരു അടിപൊളി കപ്പ് കേക്ക് ഉണ്ടാക്കിയെടുത്തു. ബേക്കിംഗ് പഠിച്ചു തുടങ്ങിയവർക്കും പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും പരീക്ഷിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. തീർച്ചയായിട്ടും നിങ്ങളിത് വീട്ടിലുണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, നല്ല ഷേപ്പിലൊക്കെ വന്നെങ്കിൽ കമൻസിലൂടെ എന്നെ അറിയിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. Sprinkling a pinch of love in your cooking and life. Thank you for watching. Take care. Bye-bye.